good evening. Yes, good evening. Da ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഒന്ന് വേഗം chat boxൽ റെസ്പോണ്ട് ചെയ്യുക. So നമ്മൾ complex numbers and quadratic equations എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല സെറ്റ് ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ദാ വേഗം ഒരു ഗുഡ് ഈവനിങ് ഒക്കെ തരാ. എവിടെയാണ്? Yes, അപ്പോൾ നമ്മൾ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഓൾറെഡി പഠിച്ചതും അതിനു പുറമേ നമ്മൾ പഠിക്കാത്തതായിട്ടുള്ള ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് z1 is equal to 3 plus 4i and z2 is equal to minus 1 plus 2i, then modulus of z1 plus z2 whole square minus 2 into modulus of z1 square plus modulus of z2 square is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടെത്തുക? നമുക്ക് ആദ്യം z1 plus z2 കണ്ടെത്തണം അല്ലേ. സോ z1 plus z2 കണ്ടെത്തുമ്പോൾ എന്തായിരിക്കും വരുന്നത്? z1 plus z2 is equal to എന്ത് കിട്ടും? 3 plus 4i plus minus 1 plus 2i. സോ എന്ത് വരും? 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് 4i plus 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6i എന്ന് കിട്ടും. അപ്പോൾ z1 plus z2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് മോഡുലസ് ഓഫ് z1 plus z2 whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അവിടെ നമുക്ക് റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോവും. സോ എന്താ വരിക? 4 plus 36 ദാറ്റ് ഈസ് 40 എന്ന് കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? -2 ഇൻറ്റു മോഡുലസ് ഓഫ് z1 ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് z2 സ്ക്വയർ ആണ് വേണ്ടത്. സോ മോഡ് z1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്ലസ് 4 സ്ക്വയർ 16, അതായത് 25 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് z2 സ്ക്വയർ കണ്ടെത്തണം നമുക്ക്. സോ മോഡുലസ് ഓഫ് z2 സ്ക്വയർ is equal to എന്താ വരിക? റൂട്ട് ഓഫ് -1 ഹോൾ സ്ക്വയർ -1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെയും നമ്മുടെ സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോവും. സോ നമുക്ക് എന്താ കിട്ടുക? 1 plus 4 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഇപ്പോൾ മോഡുലസ് ഓഫ് z1 സ്ക്വയറും മോഡുലസ് ഓഫ് z2 സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് z1 plus z2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ എന്തായിരിക്കും വരിക? മോഡുലസ് ഓഫ് z1 plus z2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡ് z1 സ്ക്വയർ പ്ലസ് മോഡ് z2 സ്ക്വയർ എന്തായിരിക്കും കിട്ടുന്നത്? മോഡ് z1 plus z2 സ്ക്വയർ 40 ആണെന്ന് കിട്ടി, മൈനസ് 2 ഇൻറ്റു 25 പ്ലസ് 5 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എന്തിനോടാണ് ഈക്വൽ ആയിട്ടുള്ളത്? 25 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30, 2 ഇൻറ്റു 30 60, 40 മൈനസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 20 ആണ്. ഓക്കെ, മൈനസ് 20 എന്ന് കിട്ടി. അപ്പോൾ ഇത് ഈ തന്നിട്ടുള്ളതിൽ ഏതിനോടാണ് ഈക്വൽ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനോടാണ് ഇത് ഈക്വൽ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം മോഡ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ. മോഡ് z1 മൈനസ് z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 plus 4i മൈനസ് -1 plus 2i. അതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ 3 plus 4i മൈനസ് -1 plus 2i എന്തായിരിക്കും കിട്ടുക? 3 plus 4i plus 1 minus 2i. ഇത് എന്തിനോട് ഈക്വൽ ആണ്? 3 plus 1 5, 4i minus 2i plus 2i. ഇനി ഇതിൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ മോഡ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ
ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് എന്തിനോടാണ് ഈക്വൽ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അല്ലേ? 25 പ്ലസ് 4 ആണല്ലോ. 25 പ്ലസ് 4 എന്ന് കിട്ടും. അതെന്താണ്? 29 അല്ലേ? Z1 മൈനസ് Z2. Z1 എന്ന് പറയുന്നത് 3 പ്ലസ് 4i ആണ്. ആൻഡ് Z2 എന്ന് പറയുന്നത് എന്താ? -1 പ്ലസ് 2i. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ആണ്. മൈനസ് ഇൻറ്റു 2i മൈനസ് 2i. അപ്പം എന്ത് കിട്ടി? 3 പ്ലസ് 4i പ്ലസ് 1 മൈനസ് 2i എന്ന് കിട്ടി. 3 പ്ലസ് 1 4 ആണ്. 3 പ്ലസ് 1 4 പ്ലസ് 2i അല്ലേ? 3 പ്ലസ് 1 4 പ്ലസ് 2i എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അതായത് 16 പ്ലസ് 4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 20. അപ്പം നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 20 ആണ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? -20 ആണ് വേണ്ടത് അല്ലേ? -20 എന്ന് പറയുമ്പോൾ അതിനർത്ഥം മൈനസ് ഓഫ് മോഡുലസ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോഴല്ലേ നമുക്ക് -20 കിട്ടുക. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ മൈനസ് ഓഫ് മോഡുലസ് Z1 മൈനസ് Z2 ഹോൾ സ്ക്വയർ വരുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ഓപ്ഷൻ വരിക. സോ ഏത് ഓപ്ഷനാണ് റൈറ്റ് വരിക? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, റെഡി? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A plus IB into C plus ID into E plus IF into G plus IH is equal to A plus IB, then A square plus B square into C square plus D square into E square plus F square into G square plus H square is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. A plus IB into C plus ID into E plus IF into G plus IH അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ A plus IB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് A square B square സ്ക്വയർ വരെ എപ്പോഴാണ്? ഇതിൻ്റെ മോഡുലസ് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്ത് എടുക്കണം? മോഡുലസ് എടുക്കണം. മോഡുലസ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? റൂട്ട് ഓഫ് modulus of A plus IB into modulus of C plus ID into modulus of E plus IF into modulus of G plus IH equal to modulus of A plus IB. So modulus എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? root of A square plus B square into root of C square plus D square into root of E square plus F square into root of G square plus H square equal to root of A square plus B square എന്ന് കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടേണ്ട ആളുടെ ഏകദേശ രൂപത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഒഴിവാക്കണം. സ്ക്വയർ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇൻറ്റു C സ്ക്വയർ പ്ലസ് D സ്ക്വയർ ഇൻറ്റു E സ്ക്വയർ പ്ലസ് F സ്ക്വയർ ഇൻറ്റു G സ്ക്വയർ പ്ലസ് H സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് വരും. അപ്പോൾ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ വരിക? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ, ഓപ്ഷൻ A ആയിരിക്കും റൈറ്റ് ആൻസർ. യെസ്, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ആണ് ചെയ്യുക. വെരി ഗുഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If the imaginary part of 2 plus I by A minus I, AI minus 1 is 0, where A is a real number, then the value of A is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഈ ഒരു കോംപ്ലക്സ് നമ്പറിന് ഇമാജിനറി പാർട്ടിൻ്റെ വാല്യൂ 0 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തായിരിക്കും? നമുക്ക് ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ Z is equal to 2 plus I by AI minus 1 ആണ്. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 2 plus I, AI minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം -1 plus AI ആണ്. ഇതിൻ്റെ
എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -1 മൈനസ് എ ഐ ഡിവൈഡഡ് ബൈ -1 മൈനസ് എ ഐ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു -1 -2, 2 ഇൻറ്റു മൈനസ് എ ഐ -2ai. ഇനി I ഇൻറ്റു -1 മൈനസ് I ഇൻറ്റു മൈനസ് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -ai² ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. ഓക്കെ, യെസ്. Z ഇൻവേഴ്സ് അല്ല, നമ്മൾ കോൺജുഗേറ്റ് ആണ് എടുക്കുന്നത്, Z ബാർ ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതാ എന്തായിരിക്കും? -2 ഇവിടെ എന്താണ്? I² മാറി അവിടെ പ്ലസ് എ ഐ മാറും അല്ലേ? അപ്പോൾ -2 -2ai മൈനസ് ഐ പ്ലസ് എ എന്നാവും അല്ലേ? I² വാല്യൂ -1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ അത് പ്ലസ് എ ആയി മാറും. ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 പ്ലസ് a² എന്നാവും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് നമ്മുടെ റിയൽ പാർട്സിനെ ഒരുമിച്ചും ഇമാജിനറി പാർട്ടിനെ, അതായത് ഐയിലുള്ള ടേമിനെ ഒരുമിച്ചും ഐയില്ലാത്ത ടേംസിനെ ഒരുമിച്ചും എഴുതണം. സോ എന്തായിരിക്കും വരിക? -2 പ്ലസ് എ മൈനസ് 2a പ്ലസ് 1 2a പ്ലസ് 1 ഇൻറ്റു ഐ എന്ന് വരും. അപ്പോഴാണ് മൈനസ് ഇൻറ്റു 2a -2a മൈനസ് ഇൻറ്റു 1 -1 എന്ന് കിട്ടും അല്ലേ? പിന്നെ ഒരു ഐ കൂടെ വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താ? 1 പ്ലസ് a². ഇതിൽ നമ്മളോട് പറഞ്ഞത് ഇമാജിനറി പാർട്ട് 0 എന്നുള്ളതാണ് അല്ലെ? ഇമാജിനറി പാർട്ടിനെയും റിയൽ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അപ്പം എങ്ങനെയാണ് കിട്ടുന്നത്? -2 പ്ലസ് എ by 1 plus a² minus 2a plus 1 by 1 plus a² into I എന്ന് കിട്ടും. ഇതിൽ ഇമാജിനറി പാർട്ട് ഏതാണ്? ഈ കാണുന്നതാണ്. ഈ ഭാഗമാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? I അടങ്ങിയിട്ടുള്ള ടേമാണ് ഇമാജിനറി പാർട്ട്. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും -2a plus 1 divided by 1 plus a² is equal to 0 അല്ലേ? -2a plus 1 divided by 1 plus a² is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 1 plus a² അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -2a plus 1 equal to 0. ഇതെന്താണ്? -2a -1 is equal to 0 ആണ്. ഇവിടെ -2a മാത്രം നിർത്തി കഴിഞ്ഞാൽ -2a is equal to 1 എന്ന് കിട്ടും. സോ a is equal to -1/2. അപ്പോൾ എയുടെ വാല്യൂ എന്താ വരിക? എയുടെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. എയുടെ വാല്യൂ -1/2 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let alpha and beta be the roots of the equation x² plus x plus 1 equal to 0. The equation whose roots are alpha raised to 19, beta raised to 7 is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ ഈക്വൽ ടു ഒമേഗ ആക്കി എടുക്കാം. ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു 19 എന്തായിരിക്കും വരിക? ആൽഫ റേസ് ടു 19 എന്ന് പറയുമ്പോൾ ഒമേഗ റേസ് ടു 19 ആണ് വരിക അല്ലേ? ആൽഫ റേസ് ടു 19 എന്ന് പറയുന്നത് ഒമേഗ റേസ് ടു 19 ആയിരിക്കും വരിക. ഒമേഗ റേസ് ടു 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു 18 പ്ലസ് 1 അല്ലേ? ആൽഫ റേസ് ടു 19 എന്ന് പറയുന്നത് ഒമേഗ റേസ് ടു 19 ആണ്. അതിന് നമുക്ക് ഒമേഗ റേസ് ടു 18 പ്ലസ് 1 എന്ന് എഴുതാം. ഒമേഗ റേസ് ടു 18 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ റേസ് ടു 1 ആണ്, വിച്ച് ഇസ് അഗെയിൻ ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ആൽഫയാണ് അല്ലേ? ആൽഫ ഈക്വൽ ടു ഒമേഗ ആയിട്ടാണ് നമ്മൾ എടുത്തത്. നമുക്ക് ആൽഫ റേസ് ടു 19 കണ്ടപ്പോൾ എഗെയിൻ നമുക്ക് ആൽഫയായി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആക്കി എടുക്കാം. ഓക്കെ, രണ്ട് റൂട്ട് ഒമേഗയും ഒമേഗ സ്ക്വയറും, അതിൽ ബീറ്റ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ റേസ് ടു 7 ആയിരിക്കും. ഒമേഗ സ്ക്വയർ റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ റേസ് ടു 14 ആണ്. ഒമേഗ റേസ് ടു 14 നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു 12 പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ ബീറ്റയാണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എഗെയിൻ ബീറ്റയാണ്. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് കിട്ടി? ആൽഫ റേസ് ടു 19 എന്ന് പറയുന്നത് ആൽഫ തന്നെയാണ്.
ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് ബീറ്റ തന്നെയാണ്. ആൽഫയും ബീറ്റയുമാണ് അതിന്റെ റൂട്ട്സ് എന്നുണ്ടെങ്കിൽ ഈ സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ x² + x + 1 = 0 ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? x² + x + 1ന്റെ രണ്ട് റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു 19ഉം ബീറ്റ റേസ് ടു 7ഉം വരുന്ന 7ഉം റൂട്ട്സ് ആയി വരുന്ന ഇക്വേഷൻ എന്തായിരിക്കും എന്നാ ചോദിച്ചത്. നമ്മൾ എന്ത് ചെയ്തു? ആൽഫയ്ക്ക് ഒമേഗയും ബീറ്റയ്ക്ക് ഒമേഗ സ്ക്വയറും ആക്കി എടുത്ത് നോക്കിയപ്പോൾ വീണ്ടും നമുക്ക് എന്ത് തന്നെ കിട്ടിയത്? ആൽഫ റേസ് ടു 19 എന്ന് പറയുന്ന ആൽഫയും ബീറ്റ റേസ് ടു 7 എന്ന് പറയുന്നത് ബീറ്റയുമായി കിട്ടി. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് മനസ്സിലായി? ആ രണ്ട് റൂട്ട്സും ആൽഫയും ബീറ്റയും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷന്റെ ഫോമും എന്ത് തന്നെയായിരിക്കും? x² + x + 1 = 0 ആയിരിക്കും. Okay, so next question നോക്കൂ. What is the argument of the complex number 1 + I into 2 + I by 3 - I where I = √(-1) എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 1 + I into 2 + I divided by 3 - I. അപ്പോൾ എന്താ വരിക? ആദ്യം നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 × 2 2 പ്ലസ് 1 × I പ്ലസ് 2 × I 2I പ്ലസ് I × I² ഡിവൈഡഡ് ബൈ 3 - I. ഓക്കെ, സോ നമുക്ക് എന്താ ഇവിടെ കിട്ടുക? 2 - 1 I² വാല്യൂ -1 ആണ്. സോ 2 - 1 1 I + 2I 3I 3I ഡിവൈഡഡ് ബൈ 3 - I എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സോ 1 + 3I ഡിവൈഡഡ് ബൈ 3 - I നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 + I into 3 + I. സോ എന്തായിരിക്കും വരിക? 1 × 3 3 പ്ലസ് 1 × I പ്ലസ് 3I × 3 എന്താ? 9I പ്ലസ് 3I × I 3I² ഡിവൈഡഡ് ബൈ 3² + 1² എന്ന് കിട്ടും. ഓക്കെ, സോ എന്തായിരിക്കും വരിക? 3 - 3 അല്ലെ? 3 × I² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്, -1 ആണ്. സോ 3 - 3 0 0 + 10I ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്താണ്? 10I/10 എന്ന് കിട്ടും. ഓക്കെ, 10I/10 = എന്താണ്? I എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യെസ്, 10/10 ആയിരിക്കും കിട്ടുക. I ആണ് വരുന്നതെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? I ആണ് വരുന്നതെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇരിക്കുന്നുണ്ടാവുക? എവിടെയായിരിക്കും? I ആണ് വരുന്നതെങ്കിൽ ദാ ഇവിടെ ആയിരിക്കും നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇരിക്കുന്നുണ്ടാവുക അല്ലേ? ഇവിടെയാണ് I ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും വരിക? എന്തായിരിക്കും? തീറ്റ = 1 ആണോ? എന്താണ് വരിക? ഓപ്ഷൻസ് ഉണ്ട്. 0 π/4 -π/4 π/2. എന്താണ്? I ആണ് വരുന്നതെങ്കിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, കൃഷ്ണദേവ് പറയൂ, ഏതാണ് ആൻസർ വരിക? ഏതായിരിക്കും ആംഗിൾ വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പർ മാത്രമാണ് വരുന്നതെങ്കിൽ എന്താണ് വരിക? ഇമാജിനറി പാർട്ട് മാത്രമാണ്, അതെന്നെ പോസിറ്റീവ് ഇമാജിനറി പാർട്ട് മാത്രമാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ഇമാജിനറി പാർട്ടാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? I ആണ് വരുന്നതെങ്കിൽ നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും. സോ തീറ്റ എന്ന് പറയുന്നത് യെസ്, തീറ്റ എന്ന് പറയുന്നത് π/2 ആയിരിക്കും. ഓക്കെ, π/2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. വെരി ഗുഡ് കൃഷ്ണദേവ്, π/2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് Z be a complex number such that mod Z is equal to 4 and argument of Z is equal to 5 π/6, then what is Z equal to where I equal to √(-1) എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? നമുക്കിവിടെ മോഡ് സെറ്റും ആർഗ്യുമെന്റ് ഓഫ് സെറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, മോഡ് Z തന്നിട്ടുണ്ട് 4 എന്ന്, അതേപോലെ തന്നെ ആർഗ്യുമെന്റ് ഓഫ് Z നമുക്ക് തന്നിട്ടുണ്ട് 5 π/6. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ പറയൂ 5 π/6 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? ഇതാണ് നമ്മുടെ പ്ലെയിൻ, ആർഗൻ പ്ലെയിൻ എന്ന് പറയുന്നത്. 5 π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
130 ഡിഗ്രി ആണ് അല്ലേ, 130 ഡിഗ്രി ആണ്. സോ നമ്മുടെ പോയിന്റ് ഉണ്ടായിരിക്കുക ഈ പൊസിഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും, സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വാഡ്രന്റിൽ തീറ്റ കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഓഫ് അല്ല പൈ മൈനസ് ആൽഫയാണ് അല്ലേ. തീറ്റ ഇസ് ഈക്വൽ ടു പൈ മൈനസ് ആൽഫയാണ്, പൈ മൈനസ് ആൽഫയാണ്. സോ പൈ മൈനസ് പൈ ബൈ 6 അല്ലേ, പൈ മൈനസ് 5 പൈ ബൈ 6, 5 പൈ ബൈ 6, പൈ മൈനസ് 5 പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പൈ മൈനസ് 5 പൈ, പൈ ബൈ 6 എന്ന് വരും. ഓക്കെ, പൈ ബൈ 6 എന്ന് വരും. ഓക്കെ, എപ്പോഴാണ് പൈ ബൈ 6 വരിക? നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 എപ്പോഴാണ് വരിക? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 എപ്പോഴാണ് വരിക? എപ്പോഴായിരിക്കും പൈ ബൈ 6 വരിക? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 6 ആവണമെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയാവണം? തീറ്റ ഇസ് ഈക്വൽ ടു 1/√3 ആവണം അല്ലേ. യെസ്, -2√3. യെസ്, 1/√3 ആയിരിക്കണം, 1/√3 ആയിരിക്കണം. അപ്പൊ നമുക്കറിയാം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ ആണ് അല്ലെ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് therefore ബി എന്ന് പറയുന്നത് 1ഉം എ എന്ന് പറയുന്നത് √3ഉമാണ് അല്ലെ. നമുക്കറിയാം ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ബൈ എ ആണ്. അവിടെ ബി എന്ന് പറയുന്നത് 1ഉം എ എന്ന് പറയുന്നത് √3ഉമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് എവിടെയാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ യെസ്, 2√3 ആണോ? 2√3 ആണോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. 2√3 ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി ആണോ? ഒന്നും കൂടെ ആലോചിച്ച് നോക്കൂ. ദാ ഇവിടെ നോക്കുക, നമുക്ക് ബി എന്ന് പറയുന്നത് 1ഉം എ എന്ന് പറയുന്നത് √3ഉമാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പോയിന്റ് അല്ലെങ്കിൽ ദ കോംപ്ലക്സ് നമ്പർ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സോ റിയൽ പാർട്ട് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ? എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും ആൻഡ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് √3 കിട്ടി. സോ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? -√3 ആണ് വരിക ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ +1 തന്നെ ആയിരിക്കും. അപ്പോൾ ഏത് ഓപ്ഷൻ ആണ്? -√3 +1 ദാറ്റ് ഈസ് +i. അപ്പോൾ ഏതാ ഓപ്ഷനാ? ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. 2√3 അല്ല, വെറും √3 ആണ് നമുക്ക് വരിക, വെറും √3 ആണ് വരിക. സോ ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് കണ്ടെത്തുക. ഏത് ക്വാഡ്രന്റിലാണ് നോക്കുക, ക്വാഡ്രന്റിനനുസരിച്ചിട്ട് നമ്മുടെ വാല്യൂ മാറും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്തത് നോക്കൂ. If 1 omega and omega square are the cube roots of unity, then the value of 1 plus omega, 1 plus omega square, 1 plus omega raised to 4, 1 plus omega raised to 8 is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? 1ഉം ഒമേഗയും ഒമേഗ സ്ക്വയറും ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 plus omega into 1 plus omega square into 1 plus omega raised to 4 into 1 plus omega raised to 8 ന്റെ വാല്യൂ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവരെ രണ്ടുപേരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1 into 1 1 plus 1 into omega square plus omega into 1 omega plus omega into omega square omega cube into എന്ത് വരും? 1 into 1 1 plus 1 into omega raised to 8 plus omega raised to 4 into 1 omega raised to 4 into 1 omega raised to 4 into omega raised to 8 എന്ന് പറയുന്നത് omega raised to 12 ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം
നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്, ആൻഡ് ഒമേഗ റേസ് ടു 3 എന്ന് പറയുന്നത് 1 ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആൻഡ് ഒമേഗ റേസ് ടു 3 എന്ന് പറയുന്നത് 1. സോ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് 0 ആയി പോയി, പ്ലസ് 1 വരും അല്ലേ? അപ്പൊ ഇത് 1 ആണ്. ഇൻറ്റു 1 പ്ലസ് ഒമേഗ റേസ് ടു 8 നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു 6 പ്ലസ് 2 ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ, പ്ലസ് ഒമേഗ റേസ് ടു 4 നമുക്ക് ഒമേഗ റേസ് ടു 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഒമേഗ റേസ് ടു 1, പ്ലസ് ഒമേഗ റേസ് ടു 12 എന്ന് പറയുന്നത് ഒമേഗ റേസ് ടു 3 ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ വരിക? 1 ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് 0 ആയി പോയി, പ്ലസ് ഒമേഗ റേസ് ടു 3 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. സോ ഓപ്ഷൻ ഏതാ? വെരി ഗുഡ്, ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി 1 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? റെഡി? ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് omega raised to 100 plus omega raised to 200 plus omega raised to 300? എന്തായിരിക്കും വരിക? omega raised to 100 നമുക്ക് എങ്ങനെ എഴുതാം? omega raised to 100 എന്നുള്ളതിനെ omega raised to 99 plus 1 എന്ന് എഴുതാം അല്ലേ? ഇതിന്റെ വാല്യൂ എന്താ? ഒമേഗ അല്ലേ? ഒമേഗ. ഇനി ഒമേഗ റേസ് ടു 200 നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ റേസ് ടു 200 is equal to എന്ത് വരും? ഒമേഗ റേസ് ടു 198 പ്ലസ് 2 ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ അല്ലേ? ഒമേഗ സ്ക്വയർ. ഇനി ഒമേഗ റേസ് ടു 300, ഒമേഗ റേസ് ടു 300 എന്ന് പറയുന്നത് ഒമേഗ റേസ് ടു 3 ആണ് അല്ലേ? ഒമേഗ റേസ് ടു 3 ആണ്. ഇതിന്റെ വാല്യൂ എന്താ? 1 ആണ് അല്ലേ? ഒമേഗ റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഒമേഗ റേസ് ടു 100 പ്ലസ് ഒമേഗ റേസ് ടു 200 പ്ലസ് ഒമേഗ റേസ് ടു 300 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ് വരിക? ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1. അപ്പം എന്താണ്? 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സോ ആൻസർ ഇസ് 0. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പോൾ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോ ഓപ്ഷൻ ഡി? വെരി ഗുഡ് ജ്യോതി, കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഒന്ന് ചെയ്യാൻ നോക്കി നോക്കൂ. ഏതായിരിക്കും ഓപ്ഷൻ വരിക എന്നുള്ളത്? എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? എന്താണ് ക്വസ്റ്റ്യൻ? If 1 omega square are the cube roots of unity, then 1 plus omega square, 1 plus omega cube, 1 plus omega square is equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ കണ്ടെത്തുക? 1 plus omega into 1 plus omega square into 1 plus omega cube into 1 plus omega square is equal to എന്തായിരിക്കും വരുന്നത്? ഏത് ഓപ്ഷൻ ആയിരിക്കും? ഇവിടെ നിങ്ങൾ എല്ലാത്തിൻ്റെയും വാല്യൂ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ ടേം കാണുന്നുണ്ട്. 1 പ്ലസ് ഒമേഗ സ്ക്വയർ. 1 പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? 1 പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 0 ആണ് കിട്ടുക. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലവർ എന്ത് ചെയ്യും? ചാടി കയറിയിട്ട് 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും ചെയ്താൽ മതി. കാരണം 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. സോ
0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ ആണോ? റെഡി? ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ വാല്യൂ ഓഫ് I raised to 2n plus I raised to 2n plus 1 plus I raised to 2n plus 2 plus I raised to 2n plus 3 where I equal to root of minus 1 is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? എങ്ങനെയാണ്? ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? I raised to 2n plus I raised to 2n plus 1 plus I raised to 2n plus 2 plus I raised to 2n plus 3. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എന്തുണ്ട്? I raised to 2n ഉണ്ട് അല്ലേ? ഇതിനൊക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I raised to 2n plus I raised to 2n into I raised to 1 plus I raised to 2n into I square plus I raised to 2n into I cube അല്ലേ? അപ്പോൾ എല്ലാ ടേമിലും എന്തുണ്ട്? I raised to 2n ഉണ്ട്. അപ്പോൾ നമുക്ക് I raised to 2n കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്താ വരിക? ഇവിടെ നിന്ന് I raised to 2n പോയപ്പോൾ ഇവിടെ 1 പ്ലസ് ഇവിടുന്ന് I raised to 2n into I raised to 1ൽ ബാക്കിയുള്ളത് I raised to 1 പ്ലസ് ഈ ഒരു ടേമിൽ ബാക്കിയുള്ളത് ആരാ? I സ്ക്വയർ. ലാസ്റ്റ് ടേമിൽ ബാക്കിയുള്ളത് ആരാണ്? I ക്യൂബ് അല്ലേ? ഇനി എന്ത് ചെയ്യുക? I സ്ക്വയറിൻ്റെയും I ക്യൂബിൻ്റെ ഒക്കെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ I raised to 2n into 1 plus I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, I ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i. അപ്പോൾ നോക്കിയേ, 1 plus I -1 -i. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? 1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം, ഐയും -iയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 0 അല്ലേ? സോ I raised to 2n into 0 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 0. I raised to 2n into 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ ഏത് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ? ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ 0 എന്ന് പറയുന്നതായിരിക്കും റൈറ്റ് ആൻസർ. വെരി ഗുഡ് ജ്യോതി, വെരി ഗുഡ്. അപ്പോൾ 0 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? റെഡി? യെസ്. അപ്പോൾ ജ്യോതി കൃഷ്ണദേവിനെയൊക്കെ മിസ് ഇപ്പം ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണ വരാനുള്ള ആനന്ദൊക്കെ എവിടെ പോയി? ആദ്യമായിട്ടാണോ ജ്യോതി കൃഷ്ണദേവൊക്കെ മിസ്സിൻ്റെ ലൈവിൽ കയറുന്നത്? ബാക്കി മിസ്സുകാരുടെ ലൈവിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം മിസ്സിന് അറിയില്ല. മിസ്സിൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. സോ ആദ്യമായിട്ടാണോ കാണുന്നത്? Okay, so next question നോക്കാം. The smallest positive integer n for which 1 plus I by 1 minus I whole raised to n is equal to 1. എന്താണ് 1 plus I by 1 minus I whole raised to n 1 ആവുന്ന? യെസ്, ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ 1 plus I by 1 minus I whole raised to n ആവുന്നതിൽ ആ n-ൻ്റെ പവർ ഏറ്റവും ചെറിയ പവർ ഏതാണ് നമുക്ക് ഈക്വൽ ടു 1 കിട്ടുക എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? 1 plus I by 1 minus I അല്ലേ? ഇതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. എന്താണ് വാല്യൂ? 1 plus I by 1 minus Iയുടെ വാല്യൂ കാണാതെ പഠിക്കാൻ വേണ്ടി മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മിസ് ഒന്നും കൂടെ പറയാം. അതിന് മുന്നേ എങ്ങനെയാണ് വാല്യൂ വരുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ 1 plus Iനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 plus I whole square divided by a square 1 square plus 1 square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വരിക? 1 square plus 2I plus I square divide by 2. അത് എന്തിനോട് ഈക്വൽ ആണ്? 1 minus 1 0 ആണ്. സോ 2I divide by 2 that is equal to 2 എന്ന് കിട്ടും. That is equal to I എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, 1+i/1 - വാല്യൂ കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് എപ്പോഴും എക്സാമിന് ആവശ്യം വരുന്നതാണ്. 1+i/1 - എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ആണ്. അതേപോലെ തന്നെ 1 - i/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ബിക്കോസ് നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ക്വസ്റ്റ്യൻസിന് ഏറ്റവും അധികം ആവശ്യം വരുന്ന കാര്യമാണ്. ഈ രണ്ട് വാല്യൂസും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇത്രയും സമയത്തിൻ്റെ യാതൊരു വിധ ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഡയറക്റ്റ് നോക്കുക. i⁻n = 1 ആവുന്ന വാല്യൂ ഏതാണ്? iയുടെ പവർ എന്ത് വരുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക? യെസ്, 4 കിട്ടുമ്പോഴാണ് അല്ലേ? i⁴ ആണ് എന്ത് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? n-ന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് 1+i/1 - വാല്യൂ i ആണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള ടൈം എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 1+i/1 - എന്ന് പറയുന്നത് i ആണ്. സോ ഐയുടെ ഏത് പവറിലാണ് 1 വരിക എന്നുള്ളത് നോക്കാം. ഏറ്റവും സ്മോളസ്റ്റ് പവർ 1 വരുന്നത് 4-ലാണ്. സോ n = 4 ആയിരിക്കും ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The modulus amplitude form of √3 + i where i is equal to √-1 is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? പോളാർ ഫോം ആണ് അല്ലേ? മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ഫോം ആണ്. അപ്പോൾ √3 + iയുടെ പോളാർ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പോളാർ ഫോം കണ്ടെത്തണമെങ്കിൽ നമുക്കതിനൊരു ഫോമാറ്റ് ഉണ്ട്. പോളാർ ഫോമിൻ്റെ ഫോമാറ്റ് എന്താണ്? z = r × cos θ + i sin θ. ഇതാണ് നമ്മുടെ പോളാർ ഫോമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവിടെ r എന്ന് പറയുന്നത് മോഡുലസ് ആണ് അല്ലേ? r = mod z. mod z എന്താ വരിക? √ ഇവിടെ z എന്ന് പറയുന്നത് √3 + i ആണ്. സോ √3² + 1² ദാറ്റ് ഈസ് എന്ത് വരും? √3² + 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 + 1 ദാറ്റ് ഈസ് 4 ആണ്. സോ 2 ആയിരിക്കും നമ്മുടെ മോഡുലസ് വരിക. ഇനി തീറ്റ കണ്ടെത്തണം. തീറ്റ കണ്ടെത്താനുള്ള വാല്യൂ tan ഇൻവേഴ്സ് b/a അല്ലെ? മോഡുലസ് ഓഫ് b/a ആണ്. സോ എന്ത് വരും? tan ഇൻവേഴ്സ് b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. സോ 1/√3 എന്ന് പറയുന്നത് π/6 ആണ് അല്ലേ? π/6 ആണ്. ഇനി ഇവിടെ രണ്ട് വാല്യൂസും എന്താണ്? പോസിറ്റീവ് ആണ്. സോ നമ്മുടെ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നമ്മുടെ പോയിന്റ് ഇരിക്കുന്നുണ്ടാവുക. സോ അവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? അവിടെ തീറ്റ എന്ന് പറയുന്നത് ആൽഫ തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറയുന്നത് ആൽഫ തന്നെയാണ്. സോ π/6 തന്നെ ആയിരിക്കും നമ്മുടെ ആർഗ്യുമെന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോം എന്താ വരിക? പോളാർ ഫോം എന്തായിരിക്കും? z = 2 × cos π/6 + i sin π/6. cos π/6 + i sin π/6 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ വരിക? 2 × cos π/6 + i sin π/6 ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, 2 × cos π/6 + i sin π/6. ഓക്കെ, ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ കണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് ക്വാഡ്രന്റിലാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അറിയണം. ഓരോ ക്വാഡ്രന്റിലും എന്താണ് വ്യത്യാസം വരിക എന്നുള്ള കാര്യം അറിയാലോ. 4 ക്വാഡ്രന്റിലാവുമ്പോൾ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ഇരിക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ തീറ്റ = ആൽഫ തന്നെ ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ തീറ്റ = π-ആൽഫ ആയിരിക്കും. ആൻഡ് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ = -π-ആൽഫ. -π-ആൽഫ എന്ന് പറയുന്നത് ആൽഫ - π ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആലോചിച്ച് വയ്ക്കാം. ആൽഫ - π. മിസ്സിന് ഇങ്ങനെ ആലോചിക്കുന്നതാണ് എളുപ്പം. π-ആൽഫ -π-ആൽഫ. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ -ആൽഫ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് 4 ക്വാഡ്രന്റിലാണെങ്കിലും വരുന്നത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അത് ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് i⁻1000 + i⁻1001 +
I raised to 1002 plus I raised to 1003 equal to where I equal to root of -1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ I raised to 1000ന്റെ വാല്യൂ എന്താണ്? അതിനുശേഷം I raised to 1001ന്റെ വാല്യൂ എന്താണ്? അതിനുശേഷം I raised to 1002ന്റെ വാല്യൂ എന്താണ്? അതിനുശേഷം I raised to 1003യുടെ വാല്യൂ എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുക? എല്ലാത്തിലും I raised to 1000 ഉണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും I raised to 1000 കോമൺ ആയി പുറത്തേക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് വരും? ഇവിടെ 1 വരും, ഇവിടെ I raised to 1 വരും, ഇവിടെ I raised to 2 വരും, ഇവിടെ I raised to 3 വരും. I raised to 2ന്റെ I raised to 3യുടെയും വാല്യൂ നമുക്കറിയാം. ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0 ആണ് വരിക എന്നുള്ളത് നമുക്ക് മുന്നേ വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് I raised to 1 പ്ലസ് I raised to 2 പ്ലസ് I raised to 3. അപ്പോൾ നമുക്ക് I അല്ലേ, I raised to 1000 നമ്മൾ പുറത്തേക്ക് എടുത്തു. എന്താണ് I അല്ലേ എന്ന് ചോദിക്കുന്നത്? I raised to ഇല്ല, ഇവിടെ നോക്കി 1 പ്ലസ് I raised to 1 പ്ലസ് I സ്ക്വയർ പ്ലസ് I raised to 3 ആണ് അല്ലേ. 1 പ്ലസ് I സ്ക്വയർ പ്ലസ് I raised to 3 എന്താ വരിക? ഫൈനൽ വാല്യൂ, ഫൈനൽ ആൻസർ. ഇത് 0 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരിക? ഒന്ന് നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? I raised to 1000 പ്ലസ് I raised to 1001 പ്ലസ് I raised to 1002 പ്ലസ് 1002 അല്ല 1002 I raised to 1003. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? I raised to 1000നെ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. അപ്പോൾ I raised to 1000നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി എന്തുണ്ടായിരിക്കും? ഇവിടെ 1 ആയിരിക്കും, ഇവിടെ I raised to 1 ആയിരിക്കും, I സ്ക്വയർ ആയിരിക്കും, I raised to 3 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ടോട്ടൽ നമുക്ക് എന്ത് വരും? ആൻസർ 0 എന്ന് വരും. ഓക്കെ, റെഡി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ദാ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് -1 മൈനസ് I വേർ I ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1? എന്തായിരിക്കും വരിക? -1 മൈനസ് I വേർ I ഈക്വൽ ടു റൂട്ട് ഓഫ് -1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കാണാൻ നമുക്ക് ആദ്യം തീറ്റ കാണണം. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ is equal to modulus of b by a അല്ലേ. അതെന്താണ്? modulus of -1 by -1 that is equal to 1 എന്ന് കിട്ടും അല്ലേ. tan theta 1 ആവുന്നത് എപ്പോഴാണ്? theta is equal to pi by 4 വരുമ്പോഴാണ് അല്ലേ. 45 ഡിഗ്രിയിലല്ലേ tan theta 1 ആവുന്നത്. സോ theta is equal to pi by 4 വരുമ്പോഴാണ് നമുക്ക് tan theta is equal to 1 വരുന്നത്. ഓക്കെ, അപ്പോൾ പൈ ബൈ 4 ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ നോക്കുക, നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, യെസ്, ആൻസർ കറക്റ്റ് ആട്ടോ. നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തീറ്റ വെറും ആർഗ്യുമെന്റ് എന്ത് ആവാം? ഏത് വാല്യൂ വേണമെച്ചാൽ ആവാം. പക്ഷെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എന്താണ്? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓരോ ക്വാഡ്രന്റിലും വ്യത്യാസം വരും. ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസും, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നെഗറ്റീവ് ആണ്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നെഗറ്റീവ് ആണെങ്കിൽ അത് ഉണ്ടാവുക തേർഡ് ക്വാഡ്രന്റിലാണ് അല്ലെ. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നെഗറ്റീവ് വരണമെങ്കിൽ ആ ഒരു കോംപ്ലക്സ് നമ്പർ കിടക്കുന്നുണ്ടാവുക തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ തീറ്റ കണ്ടെത്താനുള്ള വാല്യൂ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫയാണ് അല്ലേ. മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫയാണ്. സോ എന്താ വരിക? മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 4. മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് 3 പൈ ബൈ 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ തീറ്റ എന്താ കിട്ടിയത്? മൈനസ് ഓഫ് പൈ മൈനസ് പൈ ബൈ 4 ദാറ്റ് ഇസ് മൈനസ് 3 പൈ ബൈ 4. ഓക്കെ, സോ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ, മൈനസ് 3 പൈ ബൈ 4. ഓക്കെ,
മൈനസ് 3π/4 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാതെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ എക്സാംസിന് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ, എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് എന്താണെന്നുള്ളത് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് ഇന്ന വാല്യൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും, അത്രയും നിങ്ങൾക്ക് നോളജ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം കാണാതെ പഠിക്കുന്നതിനേക്കാൾ, തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസിലും നമ്മൾ ഓരോ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുക അല്ലേ. അത് ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ കാണാപ്പാഠം പഠിപ്പിച്ച് തരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ, നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിൽ നിൽക്കുക. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. Okay, so best of luck to all of you. Good night.